ഡെലിവറിക്ക് ശേഷം എനിക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് ആൻഡ് ഓൾസോ ഹെയർ തിന്നിങ്ങും. ഈ ഒരു ഹെയർ വെച്ചിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ എൻ്റെ കസിൻ്റെ വെഡ്ഡിംഗ് ആണ് മെയിൽ വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു GUSH. ഇങ്ങനെയാണ് ഗഷ് എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, പ്ലീസ് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഈ ഒരു സൈറ്റിൽ നിന്നാണ്, ഗഷ് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഹെയർ എക്സ്റ്റൻഷൻ. എൻ്റെ ഹെയർ ലെങ്ത്ത് വെച്ചിട്ട് ഞാനൊരു നാച്ചുറൽ മെയ്ഡ് ഹെയർ എക്സ്റ്റൻഷൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി കോസ്റ്റ് അറൗണ്ട് 5,000 rupees. അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സൈറ്റ് കണ്ടുപിടിച്ചത്. ഇവരുടെ കയ്യിൽ സിന്തറ്റിക് പ്ലസ് നാച്ചുറൽ ഹെയർ മിക്സ് ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ് വരുന്നത്. ഒത്തിരി വേരിയൻസ് ഉണ്ട്. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു വേവി ഹെയറിൽ വരുന്ന ഒരു ഹെയർ എക്സ്റ്റൻഷനാണ്. ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി 2,500 ആണ് വരുന്നത്. പക്ഷേ വിമൻസ് ഡേയുടെ സെയിൽ നടക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു 2,000 റേഞ്ചിൽ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ഒരു നല്ലപോലെ അത്യാവശ്യം ജെറ്റ് ബ്ലാക്ക് കളറാണ്. പക്ഷേ ഇത് കുറച്ച് ലൈറ്റ് ബ്രൗൺ ആണ്. എൻ്റെ ഹെയർ കേളിയാണ്, ഫ്രിസിയാണ്, ആൻഡ് ഇത് വന്നിട്ടൊരു വേവി കൈൻഡ് ഓഫ് സ്ട്രെയിറ്റ് ഹെയർ ആണ് കേട്ടോ വരുന്നത്. സോ ഇത് കിട്ടിയപ്പം ഐ വാസ് സാറ്റിസ്ഫൈഡ്. ബിക്കോസ് നമുക്ക് ഇപ്പം ഓൺലൈനിൽ നിന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ പണ്ട് ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിന്തറ്റിക് ഹെയർ വന്നിട്ട് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ലുക്കിംഗ് ആയിരിക്കും, കുറച്ചുകൂടി ഗ്ലോസി ആൻഡ് ഷൈനി ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ ഹെയറിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലാവും, ഓഡായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇത് വന്നിട്ട് കുറച്ചുകൂടെ നാച്ചുറലി ബ്ലെൻഡഡ് ആയിട്ടുള്ള, നമുക്ക് അത്ര ഡിഫറൻസ് അറിയാൻ പറ്റില്ല. ഇഫ് യുവർ ഹെയർ ഈസ് ലൈറ്റ് ബ്രൗൺ ദെൻ ഇത് നല്ലപോലെ നമ്മുടെ ഹെയറിൽ ബ്ലെൻഡ് ആവും. പക്ഷേ എൻ്റെ ബ്ലാക്ക് ഹെയർ ആണ്. എൻ്റെ ഹെയറിലോട്ട് ഇത് വെക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ ഐ ക്യാൻ മാനേജ് ഇറ്റ്. സോ ഞാൻ ഇതാണ് എൻ്റെ ഹെയർ. ഞാൻ വന്നിട്ടൊരു കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ആ ഒരു ഫ്രിസിനെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ എനിക്കിപ്പോൾ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെക്കണമെങ്കിൽ, ഫംഗ്ഷനൊക്കെ വെക്കണമെങ്കിൽ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്താലാണ് കുറച്ചുകൂടെ നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലാവാതിരിക്കാനായിട്ട് ഞാൻ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു കണ്ടീഷണർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്രൗൺ പോർഷനിൽ നിന്ന് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാം എൻ്റെ ഹെയറും ആ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഒട്ടും ചേരുന്നില്ല. പക്ഷേ വി കൻ ജസ്റ്റ് വർക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഈ ഒരു എക്സ്റ്റൻഷൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഒരു 3 ക്ലിപ്പ് വരുന്ന എക്സ്റ്റൻഷനാണ്. ലൈറ്റ് ബ്രൗൺ ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ ഹെയറിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഡിഫറൻസ് മനസ്സിലാവും. നോക്കൂ, എൻ്റെ ഹെയറിൻ്റെയും ആ ഒരു എക്സ്റ്റൻഷൻ്റെ ഡിഫറൻസ് ഉണ്ടോ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ബ്രൗൺ ഹെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് നാച്ചുറൽ ഹെയർ പോലെ തന്നെയാണെന്നേ തോന്നുള്ളൂ, ഒട്ടും ഡിഫറൻസ് ഉണ്ടാവത്തില്ല. പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് നോക്കിയപ്പോൾ 2-3 ഹെയർ സ്ട്രാൻഡ്സ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അത് മൈൻഡ് ചെയ്യേണ്ട, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തില്ല. സോ ഇങ്ങനെ നമ്മൾ ക്ലിപ്പ് ഓൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ബാക്കി ഹെയർ കൊണ്ട് അഴിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയറുമായിട്ട് ഇതൊട്ടും ചേരുന്നില്ല എന്ന്. അതെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഞാനത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹൗ ഗുഡ് ഇറ്റ് വിൽ ലുക്ക് ഓൺ മൈ ഹെയർ എന്ന്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ബ്രൗൺ കളർ ഇടയ്ക്ക് വരുന്നുണ്ട്. ബട്ട് എന്നാലും അത്ര ഒരു എന്താ പറയുക വൃത്തിയോടെ എനിക്ക് തോന്നുന്നില്ല. ഐ ക്യാൻ മാനേജ് ഇറ്റ്. കുറച്ചുകൂടെ ഹെയറിനെ, എൻ്റെ നാച്ചുറൽ ഹെയറിനെയും ഈ ഒരു എക്സ്റ്റൻഷനെ ഒന്ന് പിരിച്ചൊന്നുകൂടെ ബ്ലെൻഡ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഇടയിൽ ഇതിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു ഓഡായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. സോ അങ്ങനെയാണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഹെയർ എക്സ്റ്റൻഷനെ എങ്ങനെയാണ് നമുക്ക് നല്ലപോലെ സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ ഹെയർ സിറം. ഇവർ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഹെയർ സിറം എടുത്തിട്ട് നല്ലപോലെ ഈ ഒരു നമ്മുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെയറിൽ എക്സ്റ്റൻഷനിൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ എന്താ പറയുക ജടകളൊക്കെ മാറ്റുക. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷനെ കേൾ ചെയ്യാനോ അല്ലെങ്കിൽ യു കനോട്ട് അപ്ലൈ ഹീറ്റ് ഓൺ ദിസ് പ്രോഡക്റ്റ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻഷൻ അങ്ങനെ ചെയ്യരുത്, ഡാമേജ് ആയി പോവും. സോ നല്ലപോലെ സീറം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇവർ നമുക്കൊരു നെറ്റ് പോലത്തെ ഒരു കവറിങ് തന്നിട്ടുണ്ട്. അതിനകത്ത് മടക്കി വെച്ചിട്ട് ഇതിനകത്ത് പൗച്ച് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ ഒരു പൗച്ചിനകത്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. സോ എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ സിറം ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു സിറം ഇട്ട് ഒന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് എന്താ പറയുക നല്ലപോലെ ടച്ചപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാൻ ഇത് എവറി ഡേ വെയറിന് വേണ്ടിയിട്ടല്ല വാങ്ങിച്ചത്, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഞാൻ ഇതിനെ എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് മാത്രമേ ഇതിനെ ഫിക്സ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് എനിക്ക് നല്ലപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ എനിക്കിത് വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.